തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് ചന്തവിള എന്ന സ്ഥലവാസിയാണ് അനിത സന്തോഷ്. രോഗാതുരമായ സാഹചര്യങ്ങളിൽ മനോധൈര്യം കൈവിടാതെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച അനുഭവങ്ങളാണ് അനിത സന്തോഷിന് പറയുവാനുള്ളത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ചന്തവിളയാണ്. പഠിച്ചത് ചന്തവിള UP സ്കൂളും അത് കഴിഞ്ഞതിന് ശേഷം കണിയാപുരം ഗേൾസ് ഹൈസ്കൂളിലും 10ാം ക്ലാസ് വരെ പഠിച്ചു. പ്രീ ഡിഗ്രി SM കോളേജ് ചെമ്പഴന്തിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പ്രീ പ്രൈമറി ട്രെയിനിങ്ങിന് പോയി. അങ്ങനെ ഞാൻ ഒരു കത്തോലിക്ക സ്കൂളിൽ എൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ ഞാൻ അവിടെ ടീച്ചറായി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞ് എന്നെ കുമാരപുര ദേശത്ത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെല്ലാം സത്യദൈവത്തിൽ ആരാധിക്കുന്നവരായിരുന്നു. അങ്ങനെ ഞാനും അവരുടെ കൂടെ ഒപ്പം ആരാധനയ്ക്ക് കടന്നുപോയി. എങ്കിലും ആദ്യകാലങ്ങളിലൊന്നും എനിക്ക് അതുമായിട്ട് വളരെ യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ എനിക്ക് പല സ്ഥലങ്ങളിലും കൺവെൻഷനും ഒക്കെ കടന്നുപോയി പല ദൈവവചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആഴമായി ഇറങ്ങി. അങ്ങനെ ഞാൻ പലതും ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ദൈവം നമുക്ക് വേണ്ടി മരിച്ചു. ആ ദൈവത്തെ കൂടുതലായി വിശ്വസിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഉറച്ച തീരുമാനത്തോട് ദൈവത്തിൽ കൂടുതൽ ആശ്രയിപ്പാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ കടന്നുപോയി. ഞങ്ങൾക്കൊരു മോൻ പിറന്നു. അങ്ങനെ ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് നിന്നാണ് ഈ മോനെ കിട്ടത്തില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയില്ല എന്നൊരു സാഹചര്യം ഉണ്ടായി. ഡോക്ടർമാർ പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങിയെന്ന് ഞങ്ങൾക്കൊരു ആൺ തലമുറയെ തന്നു. ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം ശ്വാസം മുട്ടും ആയിട്ട് ഭാരപ്പെട്ട ഒരവസ്ഥയാണ്. മിക്ക ദിവസങ്ങളിലും മെഡിക്കൽ കോളേജിലായിരുന്നു. കൂടുതലായി ദൈവത്തെ അറിഞ്ഞതു മുതൽ എൻ്റെ പൈതലിന് ആ ശ്വാസം മുട്ടുന്ന രോഗം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി. ഇന്ന് വരെ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. അവൻ കുടുംബമായി 1 വർഷമായി അവൻ്റെ കല്യാണം കഴിഞ്ഞ്. അങ്ങനെ എൻ്റെ മോന് 8 വർഷത്തിന് ശേഷം ഒരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നെല്ലാം ദൈവം നടത്തിയ വിധങ്ങളാണ്. ഞങ്ങളെ മിടുക്കമൊന്നുമല്ല. പക്ഷെ ആ കുഞ്ഞിന് അന്ന് ഡോക്ടർമാർ വിധി എഴുതി ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടില്ല. അന്ന് ഞാൻ ചിരിച്ചു. കാരണം ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്ത ഒരു കുഞ്ഞാണ്, ഒരു പെൺകുഞ്ഞിനെ കൂടെ തരുമെന്ന്. പക്ഷെ ഡോക്ടർമാർ വിധി എഴുതിയ ആ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞിന് അന്ന് വളർച്ചയില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അങ്ങനെ 8 മാസമായപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് ഞങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് വന്ന് പറഞ്ഞ് നിങ്ങൾ എമർജൻസി ലേബർ റൂമെന്ന് എഴുതി തന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ദൈവത്തിലാണ് ആശ്രയിച്ചത്. ദൈവത്തെ മുറുകെ പിടിച്ചു. എൻ്റെ ദൈവം അറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ 8ാം മാസത്തിലാണ് എൻ്റെ പെൺകുഞ്ഞിനെ എനിക്ക് ജന്മം നൽകിയത്. പെട്ടെന്ന് സിസേറിയൻ ചെയ്തു. പക്ഷെ അതിന് മുമ്പായിട്ട് ഡോക്ടർമാർ പറഞ്ഞു ലേബർ റൂമിൽ പോവാൻ. ഞാൻ ലേബർ റൂമിൽ ചെന്ന് ആ സ്ട്രെച്ചറിൽ കിടന്നപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ. പക്ഷേ അന്ന് വെച്ചാൽ അന്ന് എഴുന്നേറ്റിട്ട് പക്ഷേ ആ ശ്വാസം മേളിലോട്ട് പോയി, താഴോട്ട് ആ ശ്വാസം വരുന്നില്ല. ദൈവമേ അപ്പം എന്നോട് അവർ ചോദിച്ചു നിങ്ങൾ കാണേണ്ടവരെല്ലാം കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ മോനെയോ എൻ്റെ ഹസ്ബൻഡിനെയോ കണ്ടിട്ടില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഞങ്ങൾ അഡ്മിറ്റായത്. ആ ശ്വാസം മേളിലോട്ട് പോയിട്ട് പിന്നെ താഴോട്ട് വന്നിട്ടില്ല. ദൈവമേ, അവിടെയും ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി. ഒരു വ്യക്തി അവിടെ വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ എഴുന്നേൽക്കുവാൻ. അങ്ങനെ ഞാൻ അവിടെ എഴുന്നേറ്റപ്പോൾ ആ ശ്വാസം താഴോട്ട് വരികയും ഞാൻ റിലാക്സ് ആവുകയും ചെയ്തു. സിസേറിയനൊക്കെ കഴിഞ്ഞ് നോക്കിയാൽ കുഞ്ഞിന് സാധാ വെയിറ്റ് 2.5 കിലോ 2.5 കിലോഗ്രാം വരെ വെയിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാളുകൾ കടന്നുപോയി. ഓരോ ദിവസം ദൈവം ഞങ്ങളെ നടത്തുന്നു. അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടിൽ 3 മക്കൾ, 2 ആണും ഒരു പെണ്ണുമാണുള്ളത്. അവിടെയും എൻ്റെ ഭർത്താവ് അങ്ങനെ ആരാധനയ്ക്കൊക്കെ അവർ പോവുകയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഭർത്താവിന് മാനസികമായിട്ടൊരു പ്രശ്നം കടന്നു വന്നു. ആ പ്രശ്നം കടന്നു വന്ന് ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ കറണ്ട് അടുപ്പിക്കണമെന്ന്. അപ്പം ഭർത്താവിൻ്റെ പപ്പ പറഞ്ഞു വേണ്ട, അങ്ങനെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവർ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ചെയ്ത്. അങ്ങനെ ആ പൈശാചികമായ പോരാട്ടം വിട്ടുമാറി നല്ല ഒരു ജീവിതമായി മാറി. അങ്ങനെ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വിവാഹവും കഴിഞ്ഞത്. അങ്ങനെ ദൈവം ഞങ്ങളെ ഓരോ ആപത്തുകളും അനർത്ഥങ്ങളിൽ നിന്നും ആക്സിഡൻറ്റുകളിൽ നിന്ന്, എനിക്ക് തന്നെ പല ആക്സിഡൻറ്റുകളിലും പല സമയങ്ങളിലും തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ദൈവം ഞങ്ങളെ നടത്തുന്നത്. ഓരോ ദിനവും ഞങ്ങൾ കടന്നു പോകുന്നത് എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ്. അങ്ങനെ എൻ്റെ ഇളയ പൈതലിൻ്റെ വിദ്യാഭ്യാസവും കഴിഞ്ഞു. 10ഉം 12ഉം കഴിഞ്ഞ് അവളങ്ങനെ നീറ്റ് എക്സാം എഴുതുകയായിരുന്നു.
അങ്ങനെ മോളെ നീറ്റ് എക്സാം പാസ്സാവുകയും ഞങ്ങൾ അഡ്മിഷന് വേണ്ടി പലയിടത്തും തിരക്കി. അങ്ങനെ തിരക്കി ഓരോരുത്തരും ഞങ്ങളെ വിളിച്ച് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ കൺഫേം ആക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു ഏജൻസി വന്ന് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റേതായിട്ട് അഡ്മിഷൻ എടുത്തു. പക്ഷെ അഡ്മിഷൻ എടുത്ത സമയത്ത് ഞങ്ങളുടെ ഏകദേശം 10 ലക്ഷം രൂപയുടെ ഞങ്ങൾക്ക് വേണമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കാശിന് ഞങ്ങൾ പലരിൽ നിന്ന് ചോദിച്ച്. പക്ഷെ അവിടെയൊക്കെയും എനിക്ക് അത്ഭുതപ്പെടുത്തിയെന്ന് അവളുടെ കാര്യത്തിന് ആരുടെ ചെന്ന് ചോദിച്ചാലും നമുക്ക് അവർ തരുന്നുണ്ട്. ഓർണമെൻറ്റ്സ് ആയിട്ടും ക്യാഷായിട്ടും പലരും ഞങ്ങൾക്ക് ക്യാഷ് തന്നു. അവസാനം ഞങ്ങൾ ലോൺ അപ്ലൈ ചെയ്ത് ഞങ്ങൾ ലോണിൻ്റെ കാര്യത്തിന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം എല്ലാ പേപ്പേഴ്സും വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ് മാനേജറെ പറഞ്ഞ് ഒക്ടോബർ 10 ഫസ്റ്റ് വീക്ക് അവൾ ഇവിടെ നിന്ന് പോകും. ജോർജിയയുടെ ദേശത്താണ് അഡ്മിഷൻ എടുത്തത്. അങ്ങനെ പോവും എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു ഓക്കെ പൊയ്ക്കോ, ഞാൻ എല്ലാം റെഡിയാക്കുകയാണ്. അവിടെ നിന്ന് പോയി. പക്ഷേ ലോണിൻ്റെ കാര്യം ഒന്നും റെഡിയായില്ല. ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് മാത്രം ഞങ്ങൾ അടയ്ക്കാനേ ഞങ്ങളെ കൊണ്ട് പറ്റുന്നു. പിന്നെ റെൻറ്റും എല്ലാ കാര്യങ്ങളുമായി നടന്ന് ഞങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ. എങ്കിലും എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അനേകർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ അനേകരുടെ ഈ വിഷയം വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ലോൺ ശരിയായില്ല, പ്രാർത്ഥിക്കണം. പല ദേശത്ത് നിന്ന്, ഗൾഫിൻ്റെ ദേശത്ത് നിന്ന് വരെയൊക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അനേക ദൈവമക്കൾ ഒരുങ്ങി വന്നു. പക്ഷേ അവിടെയും ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ബാങ്ക് മാനേജർ ഞങ്ങളുടെ മാനേജർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ എവിടെ നിന്നെങ്കിലും ക്യാഷ് കടം മേടിച്ച് കൊടുക്കും, ഞങ്ങൾ എത്രയും പെട്ടെന്ന് ലോൺ ശരിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞു ഇന്ന് ഞാൻ വെറുതെ താമസിക്കുന്നു, ഇന്ന് സാറൊന്ന് തരുമോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി. പിറ്റേന്ന് ഇതുപോലെ എന്നും ഹസ്ബൻഡ് ഞാനും ഓരോ ദിവസം ബാങ്കിൽ ഇറങ്ങിക്കയറി എന്താവും റെഡിയായില്ല. മാനേജരും പറയുമോ അവർക്കൊരു ബോർഡുണ്ട്, ബോർഡുകാർ ഒപ്പിടണം. പിന്നെ അവിടുത്തെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മാനേജർ ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം ഇറങ്ങി ലോണിൻ്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി പോവുകയും എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ പിറ്റേന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നോടൊന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ കുറച്ച് ക്യാഷ് തരാം, നിങ്ങൾ എന്തായാലും മോളുടെ ഫീസ് അടയ്ക്ക്, പിന്നെ ലോൺ റെഡിയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ മോളെ സെമസ്റ്റർ ഫീസ് അടയ്ക്കുവാൻ തക്ക വേണം ദൈവം ഇത്രത്തോളം അത്ഭുതകരമായ അവളുടെ ഓരോ വിഷയങ്ങൾ ഞങ്ങൾ ഇറങ്ങുമ്പോഴും അതിശയകരമായാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കാരണം അവളും അത്രത്തോളം ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവകാര്യങ്ങൾക്കാണ് അവർ മുൻതൂക്കം നൽകുന്നത്. ദൈവത്തിൻ്റെ ആ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്ത് കാര്യം അവളുള്ളൂ. ഇവിടെ അവൾ ജോർജിയയുടെ ദേശത്തും ആരാധനയ്ക്കും ഇടയ്ക്കുള്ള യോഗങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അവൾക്ക് അവിടെ വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾ അതിനു മുമ്പ് വേറൊരു മുസ്ലിം രാജ്യമാണ് തിരക്കി. പക്ഷെ അവിടെ ചേർത്തിരുന്നുവെങ്കിൽ ഫീസ് കുറവാണ് എങ്കിൽ പോലും ഒരു ആരാധനയ്ക്ക് പോകുവാനോ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനോ ഒന്നും കഴിയില്ലായിരുന്നു. ദൈവം ഓരോ വിധവും എങ്ങനെ നടക്കണമെന്ന രീതിയിലാണ് ദൈവം ഞങ്ങളെ ഓരോ വിധവും നടത്തുന്നത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴൊക്കെയും ദൈവം അല്ലാതെ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. വിശ്വാസത്തിൽ വന്നപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഞങ്ങളെ കളിയാക്കിയ സ്ഥാനത്ത് ഇന്ന് ഓരോരുത്തരായി ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ പിതാവെന്ന് വെച്ചാൽ തിരുവനന്തപുരം എയർപോർട്ടിലെ ഒരു സ്റ്റാഫായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മതിയായ സ്നേഹമോ വാത്സല്യമോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യമാണ്. കാരണം മദ്യപാനമായിട്ടാണ് എൻ്റെ പിതാവ് മരിച്ചത്. അത് കഴിഞ്ഞ് പിതാവ് സർവീസിലിരിക്കെ മരിക്കെ തന്നെ എൻ്റെ ഇളയ ബ്രദറിന് ആ ജോലി കിട്ടുകയും ഇന്ന് ബ്രദറും മിനിസ്ട്രി ആയിട്ടാണ് നടക്കുന്നത്. നിത്യജീവൻ മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രി അനേക സ്ഥലങ്ങളിൽ പോയി പരസ്യയോഗങ്ങളും മദ്യത്തിനെതിരായിട്ടുള്ള എല്ലാ പ്രസംഗങ്ങളും എല്ലാം നടത്തുന്ന ഒരു ടീമായി അവർ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഞങ്ങളും വർക്ക് ചെയ്യുന്നു. പിന്നെ മോനാണെങ്കിൽ ശ്വാസം നിലച്ചതായ ഒരു അവസ്ഥ വരെ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും എൻ്റെ ദൈവത്താലാണ് അവൻ അസുഖവും മാറിയത്. ദൈവമാണ് അവനെ ഇന്ന് നടത്തുന്നത്. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാകും എന്ന മഹത്തരമായ പാഠമാണ് അനിത സന്തോഷിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അസമാധാനത്തിൻ്റെ കണ്ണീർ കണങ്ങൾ കണ്ടുവളർന്ന കുടുംബാന്തരീക്ഷത്തിൽ നിന്നും രക്ഷയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ച കഥയാണ് അനിത സന്തോഷിൻ്റെ ജീവിതാനുഭവം. എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. പലപ്പോഴും പലരോടും സുവിശേഷം പറയുകയും പലരെ വിശ്വാസത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്.
അതുപോലെ തന്നെ എനിക്ക് ഒരു ഭവനം, ഞങ്ങൾ വന്ന സ്ഥാനത്ത് ഒരു ഭവനമില്ലായിരുന്നു. ആ ഒരു ഭവനത്തിന് വേണ്ടി ഇറങ്ങി ഞങ്ങളുടെ ക്യാഷ് ഒന്നുമില്ലായിരുന്നു. ആ സ്ഥാനത്ത് ഞങ്ങൾക്കൊരു നല്ലൊരു ഭവനം പണിയാൻ വേണ്ടി സാമ്പത്തിക വഴികൾ തുറന്ന് ഞങ്ങൾക്കൊരു നല്ലൊരു ഭവനം പണിയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അവിടെ ഞങ്ങളെ നടത്തിയ വിധങ്ങളോർത്ത് ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾക്ക് സകലതും ഉളവാക്കി തന്നത്. 1996 ജൂൺ 1 എനിക്ക് മൂത്ത ഒരു പൈത അബോർട്ടായി. അത് കഴിഞ്ഞ ശേഷം 1997 ജൂൺ 2 എൻ്റെ മൂത്ത മകനെ പ്രസവിച്ച് ഒരു 3 മാസം ആവുന്നതിന് മുമ്പായിട്ട് ഒരു ചുമയും പനിയും ശ്വാസം മുട്ടുമായിട്ട് വന്നു. അങ്ങനെ പല ഹോസ്പിറ്റലിലും കണ്ടു. ഡോക്ടർമാരുടെ അടുത്താണ് ആദ്യം കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരം SIT കൊണ്ട് കാണിക്കാൻ. ഫസ്റ്റ് ദിവസം കൊണ്ട് കാണിച്ചത് തന്നെ 17 ദിവസം ICUലാണ് മോനെ അഡ്മിറ്റ് ആക്കിയിരുന്നത്. അന്ന് ഭയങ്കര ശ്വാസം മുട്ട്, എന്ന് വെച്ചാൽ ന്യൂമോണിയ ആയിരുന്നു. അവിടെ 17 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിൽ കടന്നു വരികയും വീണ്ടും ഒരു 2 ആഴ്ച ആവില്ല അതിന് മുമ്പ് വീണ്ടും ശ്വാസം മുട്ട്. അങ്ങനെ ഒരു വർഷക്കാലം ഒരു 10 ദിവസം പോലും ഞങ്ങൾ വീട്ടിൽ കാണത്തില്ല. എല്ലാ ദിവസവും ഹോസ്പിറ്റലാണ്. ചില സമയങ്ങളിലാണെങ്കിൽ ശ്വാസം മുട്ട് വന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത ഒരു അബോധാവസ്ഥയിലായ സ്റ്റേജുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയും ദൈവം ഞങ്ങളെ കരുതി അവന് പൂർണ്ണമായി വിടുതലായി. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഒരിടത്ത് കൊണ്ടുപോയതിന് ശേഷം അവർ പറഞ്ഞു ഒരു ഹോമിയോ മരുന്ന് കൊടുക്കുവാൻ പറഞ്ഞു. അങ്ങനെ ഹോമിയോ മരുന്ന് കൊടുത്തതിന് ശേഷം ഇന്ന് വരെ ആ ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. ഇതുവരെയും അവനെ നടത്തുന്നു. പിന്നെ പല ആക്സിഡൻറ്റുകൾ അവനിൽ ഉണ്ടായിട്ടുണ്ട്. മുന്നമേ ഞങ്ങൾക്ക് ഉണർത്തുന്ന ഇങ്ങനെ സൂക്ഷിച്ച് പോകണം. ആക്സിഡൻറ്റ് പല പ്രാവശ്യവും വണ്ടിയിൽ നിന്ന് വീഴുകയും ആക്സിഡൻ്റ് ഉണ്ടാവുകയും അവന് പലപ്പോഴും ദൈവം മരണത്തിൽ നിന്ന് വലം കൈ പിടിച്ച് നടത്തുന്നത് പോലെയാണ് ദൈവം അവനെ നടത്തിയത്. ആപത്തുകളൊക്കെ കടന്നു വന്ന് ഇന്നുവരെയും ദൈവം സൂക്ഷിച്ച ആ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുനാളിലൊക്കെ ഈ പിതാവിൻ്റെ മദ്യപാനമൊക്കെ കണ്ട് എനിക്ക് വളരെയധികം ടെൻഷനൊക്കെ ഉണ്ടായൊരു സമയമാണ്. കാരണം നമ്മൾ സന്തോഷമായിട്ടല്ല ജീവിക്കുന്നത്. പലപ്പോഴും മദ്യപിച്ചെന്നൊക്കെ ഞങ്ങളോട് പ്രശ്നമില്ലെങ്കിൽ അമ്മയോടൊക്കെ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അത് മാനസികമായിട്ട് വിഷമമുണ്ട്. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു വിഷയമാണ്, എനിക്കൊരു കല്യാണം നടക്കുകയാണെങ്കിൽ, എനിക്കൊരു ഭർത്താവിനെ കിട്ടുകയാണെങ്കിൽ, ഒരു മദ്യപാനയോ അല്ലാത്ത സിഗരറ്റ് വലിക്കാത്ത അങ്ങനെ ഉള്ള ഒരു ഭർത്താവിനെ കിട്ടണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവാദിന് മുഖാന്തരം എനിക്ക് കിട്ടിയ ഭർത്താവെന്ന് വെച്ചാൽ മദ്യപാനിയോ സിഗരറ്റ് വലിക്കുക അങ്ങനെയുള്ള ദുശീലങ്ങളോ ഉള്ളതല്ല. ഒരു വിശ്വാസിയായതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ദുശീലങ്ങളില്ലാത്തൊരു കുടുംബജീവിതമാണ് എനിക്ക് ഇന്നുവരെയും കിട്ടിയത്. അതുപോലെ തന്നെ ആ കുടുംബജീവിതത്തിൽ അനേക പ്രതികൂലങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ദൈവം ഓരോന്നും തട്ടിമാറ്റി ഞങ്ങളെ അതിശയകരമായാണ് ഞങ്ങളെ നടത്തുന്നത്. അങ്ങനെ ആണ് ഞാൻ കൂടുതലായി ദൈവത്തോട് അടുക്കുവാനിടയായത്. അതനുസരിച്ച് ദൈവവചനം വായിക്കുകയും അതിൻ്റെ സത്യങ്ങളെ എനിക്ക് ദൈവാത്മാവ് പലപ്പോഴും വെളിപ്പെടുത്തി തരുകയും ചെയ്യുന്നു. അൽബയോ ഒമേഗയുമായ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏതുമല്ലല്ലോ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു ജീവിതം നയിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ അർദ്ധരാത്രി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കൈകോർത്തിരുന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദൈവം ഭയങ്കര ഒരു പട്ടികൾ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ. അന്ന് ഒരു വചനം എനിക്ക് തന്നു, ആരും ഓടിക്കാതെ തന്നെ ദുഷ്ടൻ ഓടിപ്പോകുമെന്ന്. എനിക്ക് ഈ വചനം എവിടെയാണെന്നോ ഒന്നും അറിഞ്ഞുകൂടാന്ന്. എങ്കിലും ഞാൻ ബൈബിളെടുത്ത് വായിച്ച് വായിച്ചപ്പോൾ ആ വചനം എന്നെ വളരെയധികം ബലപ്പെടുത്തി. കാരണം ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിൽ അത്ഭുതം പ്രവർത്തിക്കുമല്ലോ. അതുപോലെ ഞങ്ങൾ പല സമയങ്ങളിലും ചെയിൻ പ്രയറായിട്ടിരുന്ന് ഓരോ വീടുകളിലിരുന്ന് ഞങ്ങൾ യാത്രയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ദർശനം, എൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടുകാരിയുടെ സഹോദരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നവൻ കേസിലൊക്കെ ആവപ്പെട്ട് അങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ. ഞാൻ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നുവെന്നും. അതാണ് ദൈവമക്കളുടെ കൂട്ടായ പ്രാർത്ഥന. ദൈവ അത്ഭുതം പ്രവർത്തിക്കും. ഒരുമനപ്പെട്ട് നിങ്ങൾ ഭൂമിയിൽ നിന്ന് എന്ത് യാചിച്ചാലും തരാമെന്ന് വാഗ്ദത്തം ചെയ്ത എൻ്റെ കർത്താവ്, ഞങ്ങൾ ഐക്യമത്യത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം, ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് ഓരോ വിഷയങ്ങളുടെ മേലും ദൈവ അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. അതുപോലെ ഞങ്ങളുടെ ദേശത്താണെങ്കിൽ വർഷങ്ങൾക്ക് കറണ്ട് ഇല്ലാത്ത ഒരു സമയമാണ്. ആ സമയത്ത് എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ക്യാഷ് കൊടുത്ത് കറണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷെ ഞങ്ങളുടെ ഒരു വീട്ടിന് മാത്രം കിട്ടിയിട്ടില്ല. ഞങ്ങളന്ന്
എതിർത്ത് സംസാരിച്ച് വേറെ ആർക്കും കിട്ടൂലായിരുന്നു. ഞങ്ങൾക്ക് പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് കിട്ടുമ്പം കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞ്. പക്ഷെ വീണ്ടും ഞങ്ങൾ ക്യാഷ് കൊടുത്ത് ഞങ്ങളുടെ പുരയിടത്തിൽ തന്നെ 2 പോസ്റ്റ് ഇടുവാനും ഞങ്ങൾക്ക് കറണ്ട് കിട്ടുവാനും ഇടയായി. എൻ്റെ മൂത്ത സഹോദരനാണെങ്കിൽ അവനും ഇതുപോലെ മദ്യപാനത്തിനൊക്കെ അടിമയായി. ഭയങ്കര ഒരു പ്രതികൂലമാണ് അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. എപ്പോഴും മദ്യവെച്ച് ഞങ്ങൾക്ക് എതിരായിട്ട് തന്നെ പലപ്പോഴും വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നതായ അവസ്ഥയാണ്. പക്ഷേ അവിടെയും എൻ്റെ ഭർത്താവ് എന്ന് വെച്ചാൽ ഒരു കുടിയാൻ അങ്ങനത്തെ പ്രശ്നമല്ലാത്തതുകൊണ്ട് ആ പ്രശ്നത്തിനായിട്ടൊന്നും ഇറങ്ങില്ല. എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് പോരും. അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയൊരു പരസ്യയോഗം നടക്കുകയായിരുന്നു. അന്നേ ദിവസം അവനെ ചന്തവളയിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റ് ഞങ്ങളുടെ പരസ്യയോഗം തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അവന് എൻ്റെ ഇളയ ബ്രദറൊക്കെ അറിഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവൻ്റെ തല പൊട്ടുകയായിരുന്നു. ആ പൊട്ടി ഓപ്പറേഷൻ അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോൾ ഓപ്പറേഷൻ ചെയ്തത് 7 ദിവസം കോമ സ്റ്റേജിലായിരുന്നു. അനേകടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അനേകർ പ്രാർത്ഥിച്ച് 7ാമത്തെ ദിവസം ഇങ്ങനെ ഞങ്ങളുടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഇനി അവൻ്റെ ഭാര്യ ചെന്ന് നോക്കുമ്പോൾ കണ്ണ് തുറക്കുവാനിടയാകണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി അവളുടെ ഭാര്യ ചെന്ന് നോക്കിയപ്പോൾ അന്ന് കണ്ണ് തുറക്കുകയും അങ്ങനെ അതിൽ നിന്ന് ഒരു വിടുതൽ, പൂർണ്ണമായൊരു വിടുതൽ അവന് കൊടുത്ത് അങ്ങനെ സഹോദരൻ്റെ വീട്ടിലൊക്കെ 3 മാസം വരെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ അവൻ നന്നായിട്ട് പോവുമായിരുന്നു. ചർച്ചിലൊക്കെ വരികയും എങ്കിലും വീണ്ടും മദ്യപിച്ച് വീട്ടിൽ ചെന്ന് കിടന്ന് BP മണ്ടേ കയറി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ട് അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിനാണ് അവനും ജീവിച്ചത്. അവനെയും ദൈവം അവസാന നാളുകളിൽ ദൈവത്തെ അറിയുവാൻ അവനും ഇടയായി. അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് നടന്നിട്ടുള്ളത്. ഓരോ ദിവസവും ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഓരോ വിധങ്ങൾ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന വഴികളെ ഓർത്ത് എത്ര സ്തോത്രം പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞിലെ തന്നെ ആ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക. അത് വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. ഈ ലോകത്തോട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അനേക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ വഴിവിട്ടു മാറുന്നതായ ഒരവസ്ഥ. പല യൗവനക്കാരും മദ്യപാനത്തിനും മയക്കുമരുന്ന് അടിമകളായി ജീവിക്കുന്ന അനേക അവസരങ്ങൾ. കുഞ്ഞുങ്ങൾ നാളെ തൊട്ട് തന്നെ ദൈവവചന അടിസ്ഥാനത്തിൽ അവരെ അഭ്യസിപ്പിച്ചാൽ ഈ വരും തലമുറകളാണ് ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരും ദൈവവചനം വിട്ടുമാറുക, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള മക്കളായി, ലോകത്തിന് പ്രയോജനമുള്ള മക്കളായി, സഭയ്ക്ക് പ്രയോജനമുള്ള മക്കളായി, കുടുംബത്തിന് പ്രയോജനമുള്ള മക്കളായി വളരുവാൻ തക്കവണ്ണം ഇടയാകും. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതിന് ഉദാഹരണമാണ് ലാസർ. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ ദൈവം ഉയർപ്പിച്ചു. അവിടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അവിടെ നടന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും മരിച്ചതായ അനുഭവങ്ങൾ ദൈവം ഉയർപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചാൽ ദൈവം അത്ഭുതകരമായിട്ടാണ് ആ വിഷയങ്ങൾക്ക് ദൈവം വിടുതലയക്കുന്നത്. നമ്മുടെ കണ്ണുനീരോടെ വിതയ്ക്കുവാൻ ആർപ്പോട് കൊയ്യും. അപ്രകാരം ദൈവസന്നിധി നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധി പ്രാർത്ഥനയോടായിരുന്നു നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ഓരോ വിഷയങ്ങളും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് വിടുതൽ അയക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ നമ്മുടെ മുന്നിൽ 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവസന്നിധി നമ്മൾ ഓരോരുത്തരും ആയിരിക്കുകയാണെങ്കിൽ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് വിടുതൽ അയക്കുന്ന ദൈവത്തെ കോടാനുകോടി സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നരകതുല്യമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സ്വർഗീയ സന്തോഷങ്ങളിലേക്ക് ചുവടുകൾ വയ്ക്കാൻ പരിശുദ്ധാത്മാവ് ഈ കുടുംബത്തെ സഹായിച്ചെങ്കിൽ നമ്മുടെ നീറുന്ന അനേകമനേകം പ്രശ്നങ്ങൾക്ക് സുവിശേഷ സമർപ്പണം ഒരു പരിഹാരമാകില്ലേ?